ഹായ് ഗായ്സ്. അപ്പം നമ്മൾ ഇന്ന് രാവിലത്തെ പല്ല് തേച്ചിട്ട് ഇന്ന് ഫുഡ് നമ്മൾ ഇവിടുന്ന് കഴിക്കണം. ഇന്നലത്തെ പോലെയല്ല, ഇന്ന് നമ്മൾ ഫുഡ് ഇവിടുന്ന് കഴിക്കണം. നമുക്ക് പല്ലേക്കാം. ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മൾ തിരിച്ച് കൊണ്ടേനും ഇല്ല അച്ഛൻ പുറകിന്ന് വഴക്കിട്ടുന്നു. ഗൈസ്, അപ്പം ഞാൻ പല്ല് വെച്ച് ഫ്രഷ് ആയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മാമിയുടെ റൂമിലിട്ട് പോവാം. മൈദ ഇപ്പോൾ പല്ല് വെച്ചുകൊണ്ടിരിക്കണം. ബാ, നമുക്കിപ്പോൾ നോക്കിയിട്ട് വരാം. ഇതവിടെ ബാത്റൂമിന് മുങ്ങി വന്ന് നിന്നാ പല്ല് വെക്കണം. പോയി അവിടെ നിന്ന് പല്ല് വെക്കണം. ഇത് പൈപ്പിൻ്റെ പൊക്കത്ത് ഹാൻഡിലിൻ്റെ സൈഡിൽ നിന്ന് തുറക്കാൻ പറ്റും. ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടുത്തെ കണ്ണാടിയിൽ എന്നെ കാണാം. ഇത് ലൈറ്റ് ഓണാണ്. ഇപ്പം എവിടെ പല്ല് വെച്ചിട്ട് പെട്ടെന്ന് വാ. നമുക്ക് മൈദ പല്ല് വെച്ചിട്ട് കണ്ടാൽ മതിയല്ലോ. ഈ വീഡിയോ ഓഫാക്കില്ല, അതുകൊണ്ട് നമുക്ക് ഗൈസ്. അപ്പം ഞാൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അവളും റെഡിയായി കഴിഞ്ഞു. അപ്പം നമുക്ക് മാമിൻ്റെ റൂമിലിട്ട് പോകാം. ബാ, ഇതാണ് നമ്മുടെ ഡോറ്. ഇതിൽ ഇങ്ങനത്തെ ഒരു ലോക്കുണ്ട്. അത് ഇങ്ങോട്ട് തിരിച്ചാൽ ലോക്കാവും. ഇപ്പം ഞങ്ങൾ ലോക്ക് കണ്ട, ഇത് തുറന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്കത് പിടിച്ചുകൊണ്ട് ഹാൻഡിൽ ചെയ്യാം. വേണ്ട, ഇവിടുന്ന് വിടുമ്പോൾ കീക്കി അടിച്ചോണ്ടിരിക്കും സാധാരണ. അങ്ങനെ വെച്ചാൽ അടക്കാതെ വെക്ക്. നോക്കി അത് കീക്കി അടിക്കും. കണ്ട എന്നുവെച്ചാൽ കാർഡുണ്ടെങ്കിൽ മാത്രമേ തുറക്കുള്ളൂ. ഓക്കെ, ബാ, നമുക്ക് ഏതായാലും മാമിയുടെ റൂമിലോട്ട് പോകാം. ഹായ് ഗൈസ്. ഇപ്പം എല്ലാവരും റെഡി ആയിട്ടുണ്ട്. നമ്മൾ താഴത്തിട്ട് പോകണം. ഗൈസ്, നമ്മളിപ്പോൾ ലിഫ്റ്റിലോട്ട് കയറാൻ പോകുന്നത്. അവിടെ താഴത്ത് പാർക്കുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ നോക്കി അവിടെ ചെസ്സൊക്കെ കളിക്കാനുണ്ട്. അത് അവിടെ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ താഴത്തില്ല. അപ്പോൾ നമുക്ക് വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്നിട്ട് നമുക്ക് കാണാം. മാമൻ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ലിഫ്റ്റ് തുറക്കും. ഇതാ താഴത്തുനിന്ന് ലിഫ്റ്റ് കയറി വരുന്നു. ശിവ ഇവിടെ നിൽപ്പുണ്ട്. നമ്മളിവിടെ ഉണ്ട്. ലിഫ്റ്റ് എത്തി. ഇത് ഓപ്പണാവും. ഇത് ഓപ്പണായി കഴിയുമ്പോൾ നമ്മൾ ഉള്ളിൽ കയറി താഴത്തിട്ട് പോകും. തുറന്നു. ഇതാണെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ അടിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ അടിച്ചു, ക്ലോസ് പറഞ്ഞു. ഇത് കണ്ട, ഇവിടെ നിന്ന് നോക്കാം നമുക്ക്. ശിവ ശിവ ഏട്ടാ നോക്കി. ഓക്കെ, നമ്മുടെ ഫ്ലോർ എത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ താഴത്ത് വന്നിട്ട് കാണാം. ഗൈസ്, അപ്പം നമ്മളിതാ ഇവിടെ പാർക്ക് എത്തിയിട്ടുണ്ട്. ശിവയും മൈദ അവിടെ നാടുണ്ട്. ഹായ് ശിവ. മാമിയും കയറി എല്ലാവരും കൂടെ അവിടെ നാടിക്കണം. അവർ കോട്ടിട്ടോണ്ട് വന്നുകൊണ്ടാണെന്ന് തോന്നി. ഇന്ന് നല്ല വെയിലാണ്. ഇവിടെ കേവ് റൂമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെടിയുണ്ട്, പിന്നെ ട്രംബലിനുണ്ട്, പിന്നെ സ്ലൈഡും ഉണ്ട്. ഇവിടെ ഒരു നിലയ്ക്കുള്ളതുണ്ട്. പിന്നെ ഇത് കണ്ട, ഇവിടെ പാർക്കിട്ട് പോയി നമുക്ക് നടന്നിട്ട് കയറാം. ഇവിടെ ഇതുണ്ട്. ഇവിടെ വന്ന് നിന്നാൽ നമുക്ക് ഇതവിടെ നോക്കാം. ഇതവിടെ ആയിരിക്കണം ചെസ്സ്. ഇത് ഫുട്ബോൾ ബോർഡ്. പിന്നെ ഇത് ചെസ്സാണ്. ഇത് ക്യാരംസ് ആയിരുന്നു. ഞാൻ അറിയാതെ തെറ്റി പറഞ്ഞത്. നമുക്ക് ഇതിൻ്റെ ടോപ്പിക് കയറി നോക്കാം. വേണ്ട, ഇവിടെ നിന്നിട്ട് നമുക്ക് ഇവിടെ നോക്കി എന്ത് രസമാണ് ഇവിടെ കാണാൻ. അത് കണ്ട, അത് കേവ് റൂമാണ്. നമുക്ക് അങ്ങോട്ട് പോകാം.
ഇവിടെ നിന്ന് അങ്ങോട്ടും പോകാൻ വഴി വന്നിട്ട് ഇങ്ങോട്ടും വന്നു. നമ്മൾ ഇങ്ങോട്ട് പോയിട്ട് ആ കേവ് റൂം എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ. എന്താ ഇതാണ് ഇവിടുത്തെ ഗുഹമുറി. കേവ് കണ്ട കേവ് റൂം ഇതല്ലേ, ഇതിൻ്റെ ഉള്ളിൽ കേവ് റൂമുണ്ട്. ബാ അവിടെ പോകാം. ഇവിടെ കേവ് റൂമും ഉണ്ട് കേട്ടോ. ഇത് അവരവിടെ നിന്ന് ഇപ്പോഴും ആടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതാ അവിടെ പോയിരുന്ന് കളിക്കാം. ഇപ്പം ഗായ്സ് നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട്. മാമിയും ചെസ് അടിക്കുന്നു. ഞാൻ അടുക്കി തരാം, ഇങ്ങനെയൊന്നും അല്ല. ഇതൊക്കെ എവിടുന്ന് വന്ന് ഇവിടെ ഇതിവിടെയാണ്. ചെസ് എടുക്കാൻ അറിയാത്തവർ ഇരുന്ന് ചെസ് എടുക്കുന്നു. പിന്നെ കുതിര ഇതാ ഇവിടെ. എന്നിട്ട് രാജാവ് വെച്ചല്ല, റാണി ഇവിടെ താന്ന് പോയി. റാണി ഇവിടെ, കുതിര ഇവിടെ, പിന്നെ പടയാളികളെല്ലാം ഫ്രണ്ടിലായിട്ട്. ഇവർക്ക് അറിഞ്ഞൂടെ ചെസ് കളിക്കാൻ. പിന്നെ ഇതിവിടെ വരണമുണ്ട്. ഇവിടെ വെച്ചു കംപ്ലീറ്റഡ് ചെസ്സാണ്. നിങ്ങൾ രണ്ടും കൂടെ മാച്ച് നടത്തുക. വാ ഇതാ അവിടെ നമ്മൾ ക്യാരംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ക്യാരംസ് കളിക്കാൻ വേണ്ടിയാണ് വന്നത്. പിന്നെ വേറൊരു സ്ഥലത്ത് കണ്ട അവിടെ നമുക്ക് കൊള്ളിച്ച് നോക്കാം. ഒരു മരിച്ചു ഞാൻ വീഡിയോ എടുത്തടി. ഹലോ ഗായ്സ്, ഇത് കണ്ട ഈ സാധനം വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ നടക്കില്ല, നിങ്ങൾക്കറിയാം. ഇത് നമ്മുടെ മൈദക്കുട്ടനൊന്നും കളിക്കാതിരിക്കുകയാണ്. മൈദക്കുട്ടൻ എന്തെങ്കിലും കളിക്കാൻ മേലെ. ഗായ്സ് ഏതായാലും നമ്മളിപ്പോൾ നമ്മുടെ ക്യാരംസ് കളിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ക്യാരംസ് കളിക്കാം. ഗായ്സ് നമ്മൾ ക്യാരംസ് കളിക്കാൻ പോവുകയാണ്. ഞാനിവിടെ നിന്ന്, ഇതാണ് എൻ്റെ പ്ലേസ്. ശിവ മൈദു വാടി ക്യാരംസ് കളിക്കാം. അതിന് മുന്നേ ഇതാ ബോൾ കിക്ക് ചെയ്ത് നോക്കിയാണ് ഞാൻ. ഇത് നിൻ്റേത്. ഇത് നിനക്ക് തിരിക്കാൻ പറ്റില്ല. ബ്ലൂ കളറൊന്നും തിരിക്കാൻ പറ്റില്ല. അത് ബ്ലൂ കളർ നിനക്ക് തിരിക്കാൻ പറ്റില്ല. എൻ്റെ മിക്കതിന് കാലില്ല ഗൈസ്, അതാണ് പ്രശ്നം. ഇത് കണ്ടായിരുന്നു. നിൽക്ക് ഫസ്റ്റ് ഞാൻ അതിങ്ങോട്ട് എടുത്തേ. ആ കോയിനിങ്ങോട്ട് എടുത്ത് ശിവേ. ഇവിടെ നിന്ന് അടുക്ക് വെച്ചിട്ട് ഞാൻ ആദ്യമേ ഇതെല്ലാം തേർപ്പിച്ചിടാം. നടന്നില്ല. ഇതാ അടുത്ത ആരാ കോയിൻ. ഇതാ അടുത്ത മൈദു അടിക്കാൻ പോകണം. ഒരു സ്ഥലത്ത് മാത്രമേ നിൽക്കാവുള്ളൂ. ഓക്കെ, ആ പൊസിഷൻ മൈദു. അങ്ങനെയൊന്നും അല്ല അടിക്കണ്ട. ഇതാ ഇത് കണ്ട ആ റെഡ് ലൈനിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മൈദു അടിക്കാൻ പോകുന്നു. മൈദു ഔട്ട്. അവൾ കൊണ്ടിട്ട കോയിൻ എവിടെയാണെന്നറിയാവോ? ഇതാ ഇതാണ് കൊണ്ടിട്ടത്. അടുത്ത ശിവയാണ്. ഇതാ ശിവ അടിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കണം. ഈ ലൈനിൽ വേണം നിങ്ങൾ അടിക്കാൻ. ഈ ഒരു ലൈനിൽ മാത്രമേ നിനക്ക് ആ കോയിൻ വെക്കാവുള്ളൂ. കണ്ട ശിവ അടിക്കണ പോലെയാണ് അടിക്കണം. ഇത് അടിച്ചോളൂ. അവൾ അടിക്കണം കണ്ടാണ് നിങ്ങൾക്ക് അറിഞ്ഞത്. ഓ മുട്ടി. പക്ഷെ ഞാൻ നേരെ തെറപ്പിക്കാൻ നോക്കി, പക്ഷെ നടക്കണില്ല. ഇവിടെ ഞാൻ ജയിക്കുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ബെസ്റ്റ് പ്ലേസാണ് ഇവർ തരുന്നത്. പക്ഷേ എവിടെ നിന്നും കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ ഏതായാലും ഞാൻ എന്താ ഇത് ഇവിടെ വെച്ച് കാണിച്ചു. ഞാനൊന്ന് അടിച്ച് കഴിഞ്ഞ് നോക്കിയിട്ടുണ്ട് ഗൈസ്. ഇത് അവിടെ അടിച്ചോണ്ടിരിക്കുകയാണ് നല്ലത്. കിട്ടിയില്ല ഗൈസ്. ഇവിടെ ശരിക്കും അടിപൊളിയാണേ. ഇത് ആട്ടാതാ. അടിച്ചോ. അയ്യോ വീണില്ല. ഇത് വീണാലും നിങ്ങൾക്ക് പ്ലസ് പോയിന്റ് ഇല്ല. ഇതാണ് മാമനും ശിവയ്ക്കുണ്ട്. ഓക്കെ ഇതാണ് ശിവേ. അവരാരും ഇല്ല, ഞാൻ ഒറ്റക്ക് കളിക്കാൻ പറഞ്ഞത്. നമുക്കൊരു കാര്യം ചെയ്തല്ലോ, മാമിനൊരു ബാറ്റിൽ പറഞ്ഞല്ലോ. ഇതിവിടെ മുഴുവൻ നിരത്തിയിട്ടുണ്ട് ഓൾറെഡി. ഇവിടെ പൗഡർ ഇല്ല ഗൈസ്, അതാണ് പ്രശ്നം.
ബ്ലാക്കും ബ്രൗണും കോയിൻസ് ഉണ്ട്. നമ്മൾ കോയിൻസിന് അടിച്ചിട്ട് ചെയ്യണം. ഇതാ മൈദു. നല്ല കളിയാണ് ഇവിടെ. ഞാൻ നല്ല രീതിയിൽ കടിച്ചു ചേർപ്പിക്കുന്നുണ്ട്. ഒക്കെ വീടില്ലെന്ന് എനിക്ക് അറിയാം. എന്നാലും വലിയ ആവശ്യമുണ്ടോ പറഞ്ഞെടുത്ത് തരില്ലേ. മൈദൂർ താടി ഇടിച്ചു. അത് ബോറായിട്ട് കളിച്ചിരുന്നത്. കറങ്ങിയിടുക. അപ്പോൾ മൈദു ശിവക്ക് വളരെ കളിക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇവിടുത്തെ വ്യൂ ഒക്കെ. ഇത് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ടും ഭക്ഷണം കഴിക്കണമൊക്കെ കാണിക്കാം. ഏതായാലും ഇപ്പോൾ ഈ ഒരു വീഡിയോ അല്ല, നമ്മൾ ഇവിടുത്തെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണം എടുത്ത് വെച്ചാണ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കണ്ട ഇവിടെയൊക്കെ മൈദൊക്കെ വരുന്നുണ്ട്. ശിവയൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ നമുക്കൊരു പരിപാടി ചെയ്തുതരാം. ഇന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കണം. എനിക്ക് ഇന്നലെ കിട്ടിയതുപോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് സ്ഥലം കൂടെ ഉണ്ട്. ഇതാ അവിടെ ആ കല്ലിൻ്റെ അവിടെ ഫോട്ടോ എടുത്തിട്ടില്ല. ഓ ഇവിടെ ക്യാമ്പ് ഫയർ നടത്താം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ഇതാണ്ട് അവരവിടെ ഫോട്ടോ എടുക്കുകയാണ്. നമുക്ക് 2 ഫോട്ടോ എടുത്തോളാം. ഓക്കെ, മൈദൂരെ ഫോട്ടോ എടുത്ത് ഞാൻ അല്ല ഇന്ന് കുറച്ച് പുല്ലും പച്ചപ്പൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ സ്കൈലാർക്കിൻ്റെ ഇത് റൈറ്റിംഗ് പോയിൻറ്റ്. ഇവിടെ റൈറ്റിങ്സ് ഉണ്ടാകും. നമുക്കിവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. ഇച്ചിരി പുറകില്ല കേട്ടോ. ഇങ്ങനെ നമുക്ക് ആ സ്കൈ ഫോട്ടോ എടുത്താലോ. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം പെട്ടതായിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോകാം. ബൈ. അപ്പോൾ നമ്മളിവിടെ മൂന്നാറ് ശരിക്കും അടിച്ച് പൊളിച്ചു. നിറയെ കാണാനും കളിക്കാനൊക്കെ. അപ്പോൾ ബൈ.